ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ രാവിലെ എണീറ്റ് ബെഡ്ഷീറ്റ് മടക്കി വയ്ക്കുക, അത് ഫസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള പരിപാടി. അപ്പോൾ ഈ ശീലം എനിക്ക് പറഞ്ഞു തന്നത് വേറെ ആരല്ല, എൻ്റെ പപ്പയാണ്. പപ്പയാണെങ്കിൽ രാവിലെ പറയും, ഇങ്ങനെ രാവിലെ നമ്മൾ ഉറങ്ങി എണീറ്റ് ബെഡ്ഷീറ്റ് മടക്കി വെക്കണം, എന്നിട്ടേ ബാക്കി എന്ത് കാര്യം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഫോളോ ചെയ്യുന്നത്, രാവിലെ എണീറ്റു ബെഡ്ഷീറ്റ് മടക്കി വെച്ചു, അപ്പോൾ തന്നെ നല്ലൊരു പകുതി ക്ലീനായി. അത് കഴിഞ്ഞ് കുറച്ച് വാമപ്പും എക്സസൈസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യുകയാണ്. ഇത് കുറച്ച് ബെല്ലി ഫാറ്റൊക്കെ ഉണ്ട്, അപ്പോൾ ബെല്ലി ഫാറ്റും പിന്നെ കൈയെല്ലാം കുറയാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസുകൾ ചെയ്യാണ്. രാവിലെ തന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എനർജറ്റിക്കും എല്ലാം ആകും, നല്ല ഫ്രഷ് ആയിരിക്കും നമ്മൾ. അപ്പോൾ കുറച്ച് വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സസൈസ് ചെയ്ത് അപ്പോൾ നമ്മുടെ ബോഡി ആണെങ്കിലും ഫിറ്റ് ആവുകയും ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. എനിക്ക് എക്സാമാണ്. ഞാൻ HR കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് 3 മന്ത് ഓൺലൈൻ കോഴ്സായിരുന്നു. ഓൺലൈനായിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ 2 ദിവസം മുമ്പ് മെയിൽ വന്നു എക്സാം ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണെങ്കിലോ ഒന്നും പഠിച്ചിട്ടുമില്ല. ക്ലാസ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലോ പഴയ പോലെ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. ഫുൾ ടൈം ഇങ്ങനെ റീൽസും യൂട്യൂബും എല്ലാം കണ്ടുകൊണ്ടിരിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ അവസ്ഥ സിറ്റുവേഷൻ ആയിരിക്കുമല്ലേ. അപ്പോൾ ഇത് പഠിക്കാതെ ഇരിക്കാനും പറ്റില്ല, എക്സാമാണ്. അപ്പോൾ ഇന്ന് മോക്ക് ടെസ്റ്റും നാളെ ഓൺലൈൻ എക്സാമാണ്. അപ്പോൾ ഓൺലൈൻ എക്സാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അതിൽ കറക്റ്റ് നമ്മൾ മോണിറ്റർ ചെയ്യും, നമ്മൾ കോപ്പി അടിക്കണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണം. അപ്പോൾ രാവിലെ എണീച്ച് വാമപ്പ് എല്ലാം കഴിഞ്ഞ് പഠിച്ച് കുറച്ച്. അത് കഴിഞ്ഞിട്ട് ഇതാണ് രാവിലെ ആയുള്ള ഒരു മോർണിംഗ് വ്യൂ ആണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് പഠിച്ചതൊക്കെ ഒന്ന് റീകോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മുറ്റത്ത് ഈ ഫ്രണ്ടിൽ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ അതൊക്കെ ഒന്ന് അടിച്ച് വാരി. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ രാവിലെ എണീറ്റ് മുറ്റമൊക്കെ അടിച്ച് വാരും. ഇവിടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് കുറച്ച് അടിക്കാനുള്ളൂ. അപ്പോൾ അത് അടിച്ച് കഴിഞ്ഞ് ചായ വെച്ചു ഹസ്ബൻഡിന്. അപ്പോൾ ചായ ഹസ്ബൻഡിന് കൊടുക്കാൻ പോകുന്നു. ഇത് ഞാൻ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത മഗ്ഗാണ്. അപ്പോൾ ഇതിൽ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള മഗ്ഗാണ്. അപ്പോൾ ആൾക്ക് ഞാൻ ചായ കൊടുക്കണം. അപ്പോൾ ആൾ വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് പറയുകയാണ്. ഭയങ്കര വീഡിയോടൊന്നും താല്പര്യമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് കുഴിപ്പനിയാരം എന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുഴിപ്പനിയാരം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? കുഴിപ്പനിയാരം പറയുമ്പോൾ ഈ തമിഴ്നാട് സ്റ്റൈലിൽ ദോശമാവും ക്യാരറ്റും പിന്നെ ഉള്ളിയും പച്ചമുളകും മല്ലിയിലൊക്കെ എണ്ണയിൽ വാട്ടിയിട്ട് ഇതിലിട്ടിട്ട് ഉണ്ടാക്കും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എൻ്റെ വീട് പാലക്കാട് ജില്ലയിൽ കൊഴിഞ്ഞാമ്പാറ, തമിഴ്നാട് ബോർഡറിലാണ്. അപ്പോൾ ഞങ്ങൾ ഈ വളരെ അടുത്താണ് തമിഴ്നാട് ഇതായിട്ട്. അപ്പോൾ അവിടുത്തെ ഡിഷസൊക്കെ നമുക്ക് കൂടുതൽ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ. അപ്പോൾ എനിക്ക് കുക്കിംഗ് ഈ റെസിപ്പിയൊക്കെ ഞാൻ കണ്ടുപഠിച്ചത് പപ്പയിൽ നിന്നാണ്. പപ്പ നല്ല ഫുഡ് ഉണ്ടാക്കും, നല്ല വെറൈറ്റീസ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കുക്കിംഗ് ഒക്കെ പഠിച്ചത്. 5ാം ക്ലാസ് തൊട്ടേ ഞാൻ കുക്കിംഗ് എല്ലാം ചെയ്യും. കുക്കിങ്ങിനോട് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഈ കുഴിപ്പനിയാരം റെസിപ്പിയൊക്കെ പപ്പയുടെ നിന്ന് ഞാൻ കണ്ടുപഠിച്ചത്. പിന്നെ പപ്പ ഉണ്ടാക്കുന്നത് പിന്നെ ഈ ബെല്ലവും കടലയൊക്കെ വെച്ചിട്ട് ഒരു ഉണ്ടയൊക്കെ ഉണ്ടാക്കും. അതൊക്കെ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പപ്പ നല്ലൊരു കുക്കാണ്, നല്ല ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ പപ്പ ഇങ്ങനെ ഓരോ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഞാനും അതൊക്കെ കണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ ഇതിലുണ്ടാക്കുന്നത് ആദ്യം എണ്ണ ഒഴിക്കുക, പിന്നെ അത് കഴിഞ്ഞ് ഉള്ളി നന്നായി ചെറിയതായി അരിഞ്ഞപ്പോൾ ഇതിൽ ഗ്രേറ്ററിൽ ആക്കി ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് വെച്ചു. ഒരു പച്ചമുളക് മറന്നുപോയി, പിന്നെ ഞാൻ പോയി എടുത്തിട്ട് വന്ന് പച്ചമുളക് ഇട്ടു. അത് കഴിഞ്ഞ് നന്നായി വഴറ്റുക. മാക്സിമം നന്നായി വഴറ്റണം, അത്രയും ടേസ്റ്റാണ് കുഴിപ്പനിയാരത്തിന്. അപ്പോൾ അത് നന്നായി വഴറ്റിയിട്ട് പിന്നെ നമ്മുടെ കുഴിപ്പനിയാരം ഇത് വെച്ചു. ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് മേടിച്ച സാധനമാണ്. പിന്നെ ആ കുഴിപ്പനിയാരം നമ്മൾ ആ മഞ്ഞ ബൗളിലിടുക. അതിലിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ബാറ്റർ ആ മാവ് എടുത്ത് നമുക്കിതിൽ ഒഴിക്കുക. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചെയ്യും. ഓൾറെഡി മാവിൽ ഞാൻ അരച്ച് വെച്ചത് ഉപ്പിട്ടുണ്ട്. എന്നാലും ഈ ക്യാരറ്റും സവാളയും അതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം. എല്ലാം ക്യാരറ്റും ഉള്ളിയും എല്ലാം ഉപ്പും എല്ലാം കൂടി മിക്സ് ആവണ വരെ നന്നായി വഴറ്റുക. അപ്പോഴേക്കും നമ്മുടെ ചട്ടി ചൂടാവണം. നന്നായി ചട്ടി ചൂടാവുക നമ്മൾ ഉറപ്പ് വരുത്തണം. അത് കഴിഞ്ഞ് കുറച്ച് എണ്ണ എല്ലാത്തിലും ഒഴിക്കുക. ഇതിൽ തന്നെ ഈ കുഴിപ്പനിയാരം എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ നമ്മുടെ മെയിനായിട്ടുള്ള ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കും ഇതിൽ. അപ്പോൾ ഇത് ദോശ ബാറ്റർ വെച്ചിട്ട് ഈ കുഴിപ്പനിയാരം ഉണ്ടാക്കും. പനിയാരം എന്നാണ് ഇതിന് പറയുക. കുഴികളായതുകൊണ്ടാണ് പനിയാരം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായി ദോശ ബാറ്ററൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് എന്നിട്ട് ഓരോ സ്പൂണായി അതിൽ ഒഴിച്ച് കൊടുക്കുക. അത് വെന്തോന്ന് എല്ലാത്തിലും നമ്മൾ കറക്റ്റ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് വെന്ത് കഴിഞ്ഞ് മറിച്ചിടുക. അപ്പോൾ നമ്മുടെ കുഴിപ്പനിയാരം റെഡിയാവും. ഇത് നമ്മുടെ ചമ്മന്തി അതുപോലെ ചട്നി എല്ലാത്തിനും കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എനിക്ക് എന്തായാലും രാവിലെ ഇന്നലെയും ദോശയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റിക്ക് വേണ്ടി ക്യാരറ്റും ഉള്ളിയും എല്ലാം ഇട്ടിട്ട് കുഴിപ്പനിയാരം ആക്കി. അപ്പോൾ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് മറിച്ചിടുകയാണ്. എന്നും ഒരേ ഐറ്റം എനിക്ക് കഴിക്കുന്നത് ഇഷ്ടമല്ല. എന്നും വെറൈറ്റി ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഓരോ ദിവസം ഓരോ ഐറ്റം. അപ്പോൾ ഹസ്ബൻഡിന് ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നല്ല ദോശയിൽ ആദ്യം ഈ ഹോട്ടൽ സ്റ്റൈലൊക്കെ ഞാൻ ഉണ്ടാക്കാൻ നോക്കിയത്. വെള്ളമൊക്കെ തെളിച്ചു. അത് കഴിഞ്ഞ് അത് ഇതായി കഴിഞ്ഞിട്ട് മാവെടുത്ത് ഒഴിച്ച് നൈസായി പരത്തി കുറച്ച് നെയ്യ് റോസ്റ്റ് പോലെയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ രാവിലെ പിന്നെ സാമ്പാറുണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ ദോശയും നല്ല നെയ് റോസ്റ്റായിരുന്നു ആൾക്ക്. അപ്പോൾ നെയ് റോസ്റ്റും എനിക്ക് കുഴിപ്പനിയാരും റെഡിയായി, ചമ്മന്തി റെഡിയായി, സാമ്പാറും റെഡിയായി. അപ്പോൾ രാവിലത്തെ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി. അപ്പോൾ ഇതാണ്. ഇപ്പോഴൊക്കെ നല്ല മഞ്ഞുള്ള സമയമല്ലേ. അപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് വാമപ്പും എല്ലാം കഴിഞ്ഞ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പിന്നെ കുറച്ച് പഠിക്കുകയും ചെയ്ത്. അപ്പോൾ അങ്ങനെ നെയ് റോസ്റ്റും സാമ്പാറും കുഴിപ്പനിയാരും അതുപോലെ ചമ്മന്തിയും എല്ലാം കൂടി ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ സാമ്പാർ തേങ്ങ അരച്ച് വെച്ച സാമ്പാറാണ്. അപ്പോൾ സാമ്പാറും റെഡി, നെയ് റോസ്റ്റും റെഡിയാണ്. അപ്പോൾ ഞങ്ങൾ ചില സമയത്ത് മസാല ദോശ ഉണ്ടാക്കും, പൂരി ഉണ്ടാക്കും, അതുപോലെ അപ്പം ഉണ്ടാക്കും, ഇഡ്ഡലി ഉണ്ടാക്കും. അപ്പോൾ ഒരു ദിവസം ഇഡ്ഡലി ആയിരുന്നു, ഒരു ദിവസം ദോശ. അപ്പോൾ എനിക്ക് രണ്ടും എടുത്തപ്പോൾ ഞാൻ കുഴിപ്പനിയാരം. അപ്പോൾ അങ്ങനെ നല്ല നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കി.
ആൾക്ക് ഇങ്ങനെ ദോശ നല്ല മൊരിഞ്ഞ ദോശയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്, നല്ല നെയ്യ് റോസ്റ്റ്. അപ്പോൾ അടുത്ത ദോശ 2 ദോശ കഴിക്കുക. അപ്പോൾ ഒരു ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് അടുത്ത ഒരു ദോശയും കൂടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് നല്ല നൈസായി പരത്തി നെയ്യൊക്കെ ഒഴിച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കി. അപ്പോൾ ആ ദോശയും ഏകദേശം ആവാനായി. എനിക്കെന്താണെന്നറിയില്ല, കുക്കിങ്ങിനോടും ഭയങ്കര ഇഷ്ടമാണ്, ഫുഡ് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുക്കിംഗ് ഇങ്ങനെ എത്ര വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാൻ പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കിക്കോളും. എന്താണെന്നറിയില്ല, കുക്കിങ്ങിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടം. അപ്പോൾ അടുത്ത ദോശയ്ക്ക് നെയ്യൊക്കെ തടവി ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചതാണ്, നെയ്യ് ദോശ വേണോ അതോ ഊത്തപ്പം പോലെ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വേണമെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞില്ല, എനിക്ക് നെയ്യ് റോസ്റ്റ് മതി എന്ന്. അപ്പോൾ അങ്ങനെ നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. അതൊക്കെ 2 ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ ഡിന്നർ ഡൈനിങ് ടേബിൾ ഞാനന്ന് വീഡിയോയിൽ കാണിച്ചില്ലേ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എനിക്ക് കുഴിപ്പനിയാരും ചമ്മന്തിയും കൂടി. ഞാൻ ഇന്ന് ചട്നി ഒന്നും ഉണ്ടാക്കിയില്ല, സാമ്പാർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എനിക്കിന്ന് സാമ്പാർ വേണ്ട, കുഴിപ്പനിയാരും ഇത് മാത്രം മതി. അപ്പോൾ ഇത് തക്കാളിയും ഉള്ളിയും വറ്റൽമുളകൊക്കെ ഇട്ട് വഴറ്റിയ ചമ്മന്തിയാണ്. ആൾക്ക് 2 നെയ്യ് റോസ്റ്റും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ കുഴിപ്പനീർ എടുത്ത് ചമ്മന്തി മുക്കി കഴിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കുക ഇടയ്ക്ക്. എപ്പോഴും ദോശ ബാറ്ററൊക്കെ ബാലൻസ് വരുമ്പോൾ കുഴിപ്പനീരും കൂടി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആളും ഒരു തോരൻ റോസ്റ്റും അതുപോലെ സാമ്പാറും ചമ്മന്തിയും കൂടിയൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് വലിയ മൈൻഡൊന്നും ചെയ്യണില്ല കേട്ടോ. എന്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്താലും കഴിച്ചോളും. പക്ഷേ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു.